ഉമാദത്തൻ എന്ന് പറയുന്ന ഒരാള് മകളുടെ കല്യാണത്തിന് വേണ്ടി നമ്മുടെ സൈറ്റിലേക്ക് ഒരു എൻക്വയറി നടത്തിയിരുന്നു. അദ്ദേഹം എന്റെ ഒരു ചെറിയ പരിചയക്കാരനാണെന്ന് പറയാം. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൊട്ടേഷനാ ഇത്. ആഹാ, അപ്പൊ അഞ്ജലി മോള് സ്വന്തമായിട്ട് കസ്റ്റമേഴ്സിനെയൊക്കെ പിടിക്കാൻ തുടങ്ങിയല്ലേ? കൊള്ളാലോ. അതെങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പേരിൽ വന്ന എൻക്വയറി അല്ലേ. അഞ്ജലി സ്വന്തമായിട്ട് ക്യാൻവാസ് ചെയ്തൊന്നുമല്ലല്ലോ. എന്നാലും നീ പോയി കിടന്നുറങ്ങിയ സമയത്ത് ഉറക്കം വിളിച്ചിരുന്ന് ജോലി ചെയ്ത് ഈ കുഞ്ഞല്ലേ. അപ്പൊ ക്രെഡിറ്റും അതിന് തന്നെയാണെന്ന് ഞാൻ പറയും. അയ്യോ, എനിക്കൊരു ക്രെഡിറ്റും വേണ്ടായേ. ആദ്യം പ്രസാദേട്ടൻ ഇതൊന്ന് നോക്ക്. ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഇപ്പൊ തന്നെ ഉമാദത്തൻ സാറിന് മെയിൽ അയക്കാം. എന്താണ് താനീ കുത്തിറച്ച് വെച്ചിരിക്കുന്നത്? ഒരു ജോലി അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയ വേണ്ടത്, അല്ലാതെ ആദ്യമേ തന്നെ കെയർ ചെയ്ത് കൊളമാക്കല്ല. ഞാനിത് കൃത്യമായിട്ടാണല്ലോ ചെയ്തത്. കമ്പ്യൂട്ടറിലും അല്ലാതെയും സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മുൻപത്തെ കൊട്ടേഷൻ മാതൃകകൾ മുഴുവൻ നോക്കിയിരുന്നു. അതിന്റെ ഗുണമാവും. ഫോർമാറ്റ് ഒക്കെ കറക്റ്റാ. സ്റ്റേജിന്റെ ചെലവും ഹാളിന്റെ ചെലവും ഫുഡിന്റെ ചെലവും ഒക്കെ കൃത്യമായി ഓർഡർ തന്നെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്താ പ്രസാദ ഇത്ര കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഈ ഫിഗറുകൾ നോക്കിയേ. ഈ ഉമാദത്തൻ എന്ന് പറയുന്ന ആളുടെ മകളുടെ കല്യാണം നടത്തി വിടുന്നത് നമ്മുടെ പുണ്യത്തിനൊന്നും അല്ലല്ലോ, ആണോ? ഫുഡിനും സ്റ്റേജിനും അലങ്കാരങ്ങൾക്കും എല്ലാം നമ്മൾ സാധാരണ വാങ്ങുന്ന തുകയിൽ നിന്ന് വളരെ കുറച്ചാ കോട്ട് ചെയ്തിരിക്കുന്നേ. ഇങ്ങനൊരു 4 വർക്ക് ചെയ്താൽ മതി. കമ്പനി പൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. പിടിക്കേ, ഇത് തൽക്കാലം തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. രാവിലെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ആ എമൗണ്ട് വെച്ച് റീവർക്ക് ചെയ്തിട്ട് കൊട്ടേഷൻ അയച്ചാൽ മതി. പ്രസാദേട്ടാ, ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞതിൽ പകുതി ശരിയാ. ഉമാദത്തൻ സാറിന്റെ മകളുടെ കല്യാണം നടത്തിയാൽ ലാഭം കിട്ടില്ല. പക്ഷേ വലിയ നഷ്ടം വരില്ല എന്ന് ഉറപ്പാ. ബ്രേക്ക് ഈവൻ ആയിരിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തയ്യാറാക്കിയത്. ലാഭം ഒഴിവാക്കിയ ഒരു കൊട്ടേഷനോ? അതിനെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ഈ കല്യാണം ഏറ്റെടുക്കാവുന്ന തീരുമാനിക്കും മുൻപ് ഞാൻ ഉമാദത്തൻ സാറിനോടും ഫാമിലിയോടും സംസാരിച്ചിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും ചെയ്തിരുന്നു. എന്തിനാ? നമ്മുടെ കോമ്പീറ്റന്റ് ആയ എല്ലാ കമ്പനികളും കല്യാണമാണെന്നറിഞ്ഞ് നേരത്തെ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നതാ. അതിന്റെ കാരണം സാറിന്റെ തറവാട് ഒരു ജോയിന്റ് ഫാമിലി ആണെന്നുള്ളതാ. അവിടെ ഇനിയും ഇതുപോലുള്ള ധാരാളം ചടങ്ങുകൾ വരാനുണ്ട്. സാറിന്റെ മകൻ സ്വന്തമായി ഒരു IT കമ്പനി പോലും നടത്തുന്നുണ്ട്. അവരെല്ലാം ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കല്യാണമാണിത്. ഇവിടെ കൊട്ടേഷൻ ബജറ്റ് നോക്കാതെ നൽകി നമ്മളാണ് ആ ചടങ്ങുകൾ ഏറ്റെടുക്കുന്നതെങ്കിൽ ആ പേരിൽ മാത്രം ചുരുങ്ങിയതൊരു 8-10 ഇവന്റ്സ് ഇതേ വർഷം തന്നെ വീണ്ടും നമുക്ക് കിട്ടും. അതുകൂടാതെ സാറിന്റെ സർക്കിളിലുള്ളവര്, ക്ലബിലുള്ളവര്, മകന്റെ കമ്പനിയുടെ പരിചയത്തിലുള്ളവര്, അങ്ങനെ എത്രയോ ഇവന്റ്സ് ഇനിയും കിട്ടുമെന്നറിയോ? അതിലേക്കുള്ള ചെറിയൊരു പാലമാണ് ഈ ഇവന്റ് എന്ന് കരുതിയാ മതി. ചെറിയൊരു ഇരയിട്ട് നാളത്തെ വലിയ മീനിനെ പിടിക്കുന്നത് പോലെ ഒരഭ്യാസം. ജസ്റ്റ് ഒരു മൈൻഡ് ഗെയിം, അത്ര തന്നെ. സമ്മതിച്ചു മോളെ, നിന്റെ ഈ ബുദ്ധി അപാരം. സോറി, ഇതൊരു വലിയ ബുദ്ധിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ചിന്തിച്ചത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം പ്രസാദേട്ടൻ മുന്നോട്ട് പോവാൻ അനുവാദം തരണം. എന്താ പ്രസാദേട്ടാ, ഇത് ഞാൻ മെയിൽ ചെയ്തോട്ടെ? താങ്ക് യു പ്രസാദേട്ടാ, സമാധാനമായി. ഇനി ഞാൻ കിടന്നാ വേഗം ഉറക്കം കിട്ടും. ആ താങ്ക് യു നീ തിരിച്ച് അഞ്ജലിയോടാ പറയേണ്ടത്. സത്യം പറഞ്ഞാ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവളുടെ പകുതി ബുദ്ധി പോലും നിനക്കില്ലെന്ന്.
അയ്യോ. ഭവാനി മേഡം തൃപ്പങ്കോട്ടേക്ക് മടങ്ങിപ്പോയല്ലേ? അമ്മയുടെ ചില രീതികൾ എന്റേതുമായി ഇണങ്ങാതെ വരുന്നു. കുറച്ചുനാൾ പിരിഞ്ഞു നിൽക്കുന്ന തന്നെയാ ഈ സാഹചര്യത്തിൽ നല്ലതെന്ന് തോന്നി. വക്കീൽ വന്ന കാര്യം പറ. പ്രത്യേകിച്ചൊന്നുമില്ല. കോടതിയിൽ നിന്ന് വിധി വന്ന സ്ഥിതിക്ക് അതിന്റെ ശരിപ്പകർപ്പ് താങ്കളെ ഏൽപ്പിക്കാമെന്ന് കരുതി. അപ്പീലിന് പോകും മുമ്പ് നമ്മളെ രണ്ടുപേരും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. ദാ ഇതാണ്. അലമാരെ കൊണ്ടുപോയി ഇത് സൂക്ഷിച്ചു വെച്ചേക്കാം. വായിച്ചു നോക്കുന്നില്ലേ? അതിനുള്ള ക്ഷമയില്ല. എന്താ വിധിയെന്ന് വക്കീൽ എന്നെ പറഞ്ഞാൽ മതി. ശരി, പറയാം. തൃപ്പങ്കോട്ടെ സ്വത്തുക്കൾ കൃത്യമായി വീതം വയ്ക്കുക എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേക ഉദ്ദേശം. അതെ. 1956 ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമാണ് വിധി വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? എടോ, ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം. എക്സാക്ട്ലി. ആദ്യകാലത്ത് ഈ നിയമത്തിന് ചില പഴുതുകളൊക്കെ ഉണ്ടായിരുന്നു. പല കാലങ്ങളിൽ വന്ന അമെൻമെന്റുകൾ പ്രകാരമാണ് ഇപ്പോഴത്തെ ഈ വിധി വന്നിരിക്കുന്നത്. തെളിച്ച് പറയണോ? അതായത് തൃപ്പങ്കോട്ട് വാസുദേവന്റെ സ്വത്തുക്കൾ അയാളുടെ മക്കൾ 4 പേർക്കും തുല്യമായി വീതിക്കപ്പെടും എന്ന് ചുരുക്കി പറയാം. അതായത് സുഭദ്ര, രാധ, ദർശന, സൗഭാഗ്യ എന്നിങ്ങനെ 4 മക്കൾക്ക് മാത്രമായി വിഭജിക്കപ്പെടും എല്ലാ സ്വത്തുവകകളും. അപ്പൊ സുഭദ്ര ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് അവളുടെ ഓഹരി മാത്രമേ എനിക്ക് കിട്ടൂ, അല്ലേ? ഭാര്യ മരിച്ചുപോയാൽ അവരുടെ സ്വത്തുവകകളിൽ ഭർത്താവിന് അവകാശമുണ്ട് എന്നതാണ് നിയമം. പലർക്കും അതറിയില്ലെങ്കിലും പക്ഷേ ഇവിടെ ആ ആനുകൂല്യവും മിസ്റ്റർ മേഘനാഥൻ പ്രതീക്ഷിക്കേണ്ട. സുഭദ്രയുടെ എല്ലാ സ്വത്തുക്കളുടെയും ഏക അവകാശി ജീവിച്ചിരിക്കുന്ന അവരുടെ ഏക മകനാണ്. ഫലത്തിൽ ഇപ്പോഴത്തെ വിധി പ്രകാരം താങ്കൾക്ക് കിട്ടുന്ന വിഹിതം 0 ആണെന്ന് പറയാം. വെറും വട്ട 0. ആ കുഞ്ഞിൻ്റെ അച്ഛൻ മേഘൻ സാറല്ലേ? അതിനൊരു വിലയില്ലെന്നാണ്. മൈനറായ ഒരാളുടെ സ്വത്തുവകകൾ നോക്കാൻ ആ കുഞ്ഞിന്റെ സംരക്ഷകർക്ക് കോടതി ചില അവകാശങ്ങൾ നൽകും. പക്ഷേ സുഭദ്രയുടെ മകന്റെ കാര്യത്തിൽ കെയർടേക്കർമാരായി ആ പെൺകുട്ടികളിൽ ആരെങ്കിലും വരാനേ സാധ്യതയുള്ളൂ. ഈ പറഞ്ഞ 4 പേരും ഭൂലോകത്ത് നിന്ന് ഇല്ലാതായാൽ മാത്രമേ ഇനി സ്വത്തുവകകൾ മേഘനാഥൻ എന്നൊരു അവകാശിയിലേക്ക് വന്നു ചേരുകയുള്ളൂ. മറ്റൊരപകടമുള്ളത് ജീവിച്ചിരിക്കുന്ന 3 അവകാശികളും പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അവർ വിവാഹം കഴിക്കുകയോ മറ്റോ ചെയ്താൽ അവകാശികളുടെ ഗണത്തിൽ ആ ഭർത്താക്കന്മാരും വരുമെന്നർത്ഥം. നാശം പിടിക്കാനായിട്ട് ഓരോ നിയമങ്ങൾ. അപ്പോൾ ഇനി മറ്റു വഴികളൊന്നും ഇല്ലെന്നാണ് വക്കീൽ പറയണത്. നിയമമല്ലേ, പഴുതുകൾ പലതും ഉണ്ടാവും. അത് കണ്ടെത്തി അപ്പീലിന് പോവുകയാണല്ലോ എൻ്റെ ജോലി. എന്തായാലും തൽക്കാലം നമുക്ക് വിധിയുടെ മേലൊരു സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. എന്താണ് സാറ് പറയുന്നത്? തന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യും. അല്ല, ഞാനെന്ത് പറയാനാ? വക്കീലിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. അപ്പൊ കാണാം നമുക്ക്. ഗുഡ് നൈറ്റ് സാർ. ശരി. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ സ്വത്തുക്കൾ അയാളുടെ 4 മക്കൾക്കുമായി തുല്യമായി വീതിക്കപ്പെടും. സുഭദ്ര, രാധ, ദർശന, സൗഭാഗ്യ എന്നിങ്ങനെ 4 മക്കൾക്ക് മാത്രമായിട്ട് വിഭജിക്കപ്പെടും. രാധയ്ക്ക് സ്വത്തിൽ ഒരവകാശം മാത്രമേ ഉള്ളൂ. സ്വത്തിന്റെ പാതി അവളുമാർക്കാ കിട്ടുക. ദർശനയ്ക്കും സൗഭാഗ്യയ്ക്കും. അവർ 2 പേരും ഒരിക്കലും വിവാഹം കഴിച്ചുകൂടാ. മറ്റാരെങ്കിലും സ്വന്തമാക്കുന്നതിന് മുമ്പ് രാധയെ എനിക്ക് സ്വന്തമാക്കണം. മണിച്ച, വക്കീല് പോയി. അവരെ 2 പേരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കരുത്. ആരുടെ കാര്യം പറയുന്ന? ആ ദർശനയും സൗഭാഗ്യയും. രാധയെ ഞാൻ താലി കെട്ടിയാൽ അവൾക്കൊപ്പം എൻ്റെ മകനെ എനിക്ക് കിട്ടും. പക്ഷെ ദർശനയും സൗഭാഗ്യയും മറ്റാരെങ്കിലും കല്യാണം കഴിച്ചാൽ തൃപ്പങ്ങോട്ട് സ്വത്തിന് കടിപിടി കൂടാൻ ആ നായ്ക്കളും വരും എൻ്റെ നേരേക്ക്.
പിന്നെ ഞാൻ തന്നെ വീണ്ടും കൊലക്കത്തി എടുക്കേണ്ടി വരും. അതിനേക്കാൾ ഏറ്റവും നല്ലതെന്താ? തൃപ്പങ്ങോടിന് ഒരേ ഒരു മരുമകൻ മതിയെന്ന് തീരുമാനിക്കുന്നതല്ലേ ഈ മേഘനാഥൻ മാത്രം. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നും പ്രത്യേകിച്ചില്ല. തൃപ്പങ്ങോട്ടെ 3 പെൺമക്കൾ, മരുമകന് 1 മതിയെന്ന്. അത് ശരി. പക്ഷേ നമ്മൾ എങ്ങനെ കുട്ടികളെ കണ്ടുപിടിക്കും? അതല്ലേ ഇപ്പൊ ആദ്യം വേണ്ടത്. സുഭദ്രാമ്മയുടെ തന്നിപ്പകർപ്പായോണ്ട് രാധയെ ഓൾറെഡി തിരിച്ചറിയാൻ കഴിഞ്ഞു. ദർശനയോ സൗഭാഗ്യമോ ഏത് രൂപത്തിലാണ് വളർന്നു കഴിഞ്ഞപ്പോഴെന്ന് ആർക്കറിയാൻ പറ്റും? നമുക്കല്ലേ അറിയാതുള്ളൂ. എല്ലാം അറിയുന്ന മറ്റൊരാളെന്തെങ്കിലോ? അതാരാ? ബ്രഹ്മാവാണോ? അയാളൊരു ബ്രഹ്മാവ് തന്നെയാണ്. പടം വരയ്ക്കുന്ന ബ്രഹ്മാവ്. വിലാസം ഞാൻ തരാം, താൻ വേണം കൂട്ടിക്കൊണ്ടുവരാൻ. അതാരാണപ്പനെ ഈ പടം വരയ്ക്കണ ബ്രഹ്മാവ്? കാണാൻ പോകുന്ന പൂരം പറയണോ? വേണ്ട. രാധ ഇനി സ്റ്റാൻഡ് ബൈ. ദർശനയും സൗഭാഗ്യവും ഇനി അതാണ് മേഘന്റെ ടാർഗറ്റ്. 1 പകരം 3 വിടില്ല ഞാൻ 3നെയും. നോക്കിക്കോ നീ. ഇതെന്താ വീണ്ടും വീണ്ടും സമയം നോക്കി ടെൻഷൻ കാണിക്കുന്നത്? ഭാവം കണ്ടാലേ ജില്ല ഭരിക്കുന്ന കളക്ടറാണെന്ന് തോന്നുമല്ലോ. ടെസ്റ്റ് എഴുതാനുള്ള കോച്ചിങ് സെന്ററിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഒന്ന് അടങ്ങിയിരിക്കെ. സമയമാകുമ്പോഴേ സ്ഥലത്തുകൊണ്ട് ഇറക്കിത്തരാം. ഓഹോ, ഇയാൾക്കിപ്പോ കോച്ചിങ് സെന്ററും ടെസ്റ്റും ഒക്കെ പുച്ഛം, പരിഹാസം. അതെങ്ങനെയാ? 4 അക്ഷരം കോളേജിൽ പോയി പഠിച്ചാലല്ലേ അതിന്റെയൊക്കെ വില അറിയൂ. മറിച്ച് പാരപണിയാനും ദ്രോഹിക്കാനും ഒക്കെ നടന്നാലേ ഇങ്ങനെയൊക്കെ തോന്നും. അയ്യോ, നമ്മൾ വെറും മോശക്കാരനാണേ. നീ ഒരു മദർ തെരേസ. എനിക്കിട്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ കോടാലി പണിത് എന്റെ ഓട്ടോയിൽ കയറി ഞെളിഞ്ഞിരുന്ന് സത്യഭാമ കളിക്കണമെങ്കിൽ നിന്റെ തൊലിക്കട്ടി. ഓ, സമ്മതിച്ചിരിക്കുന്നു. ഓഹോ, പറച്ചിലിപ്പോ അങ്ങനെയായോ? ഞാൻ അതിനു മാത്രം എന്ത് ദ്രോഹ സാറിനോട് ചെയ്തേ? അതൊന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. എന്താണ് ചെയ്യാത്തത്? മനുഷ്യൻ സകല ജോലിയും ചെയ്ത് മടുത്ത് കയറി വരുന്നത് രാത്രി സ്വസ്ഥമായിട്ടൊന്ന് തല ചായ്ക്കാനാ. വേതാളം മുറുക്കി കയറി തല കീഴായിട്ട് കിടക്കുന്നത് പോലെ എന്റെ മുറി കയറി നീ കുടിയിരിക്കുകയല്ലേ? ആണെങ്കിൽ കണക്കായിപ്പോയി. ഞാനിവിടെ നേരിട്ട് വന്ന് കുടിയിരുന്നൊന്നും അല്ലല്ലോ. വെറുതെ ഇരുന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടി അവിടെ കൊണ്ട് കയറ്റാൻ ആരെങ്കിലും നിർബന്ധിച്ചോ ഇയാളെ? അതുകൊള്ളാം. നിർബന്ധിച്ചില്ല. പക്ഷേ നീ ഒരു പെണ്ണല്ലേ എന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ആപത്തിൽ നിന്ന് രക്ഷിച്ചാൽ അതിന്റെ നന്ദി കാണിക്കുമെന്ന് കരുതിപ്പോയി. പക്ഷേ സാക്ഷാൽ കള്ളിയങ്കാട്ട് നീലി വെള്ളസാരി മാറ്റി ചുരിദാറ് വിട്ട് എന്റെ രക്തം കുടിക്കാൻ ഇറങ്ങിയാണെന്ന് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത്. ഏതായാലും കല്ലും നെല്ലും തിരിഞ്ഞു. ഇനി മതി, നിനക്ക് ഇവിടെ ഇറങ്ങാം. ഇതെന്താ ഇവിടെ നിർത്തിയേ? എവിടെയാണോ നിർത്തേണ്ടത് അവിടെ തന്നെയാണ് നിർത്തിയത്. എന്റെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് തിരിഞ്ഞാണ് പോകേണ്ടത്. അതുകൊണ്ട് നീ ഇവിടെ ഇറങ്ങിക്കോ. അയ്യോ, ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നേ? പെരുവഴിയിൽ ഇറക്കി വിടുന്നതാണോ മര്യാദ? എന്നാ ശരി, ഒരു കാര്യം ചെയ്യാം. ഇവിടെ അടുത്താണ് ബസ് സ്റ്റോപ്പ്, ഞാൻ അവിടെ വിടാം. അത്രേ പറ്റൂ. ഏയ്, നിക്ക് പോവല്ലേ. എന്താ? എന്നെ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ വരെ ഒന്ന് കൊണ്ടുവിട്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ. എന്തോന്ന് ഇനിയും ഞാൻ നിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ കൊണ്ടുവന്ന് വിടണോ? എത്ര തവണ അവിടെ വന്ന് നാണം കെട്ടിട്ടുണ്ടടി. ഇനിയില്ല, എനിക്ക് മനസ്സില്ല. നീ മാക്കാൻ അങ്ങ് പോയാൽ മതി. ഇറങ്ങാൻ. ദുഷ്ടൻ, ദ്രോഹി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ.
എല്ലാം പൊട്ട തെറ്റാണല്ലോ. ഇവനൊക്കെ കണക്കൂട്ടം ആരാണോ പഠിപ്പിച്ചത്? രാവിലെ ഇതെന്താ കണക്ക് നോക്കുകയാണോ? ആ അതെ. എന്തു പറ്റി? ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. എന്തു പറ്റി പ്രസാദേട്ടന്? കണക്കിൽ വല്ല കുഴപ്പമുണ്ടോ ഈശ്വര? ഇത് കാണുമ്പോൾ മുഴുവൻ ഞാൻ കൃഷ്ണനെ ഓർമ്മിക്കും. ഞാൻ രാധയും. നമ്മൾ എത്ര വളർന്നാലും എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര അകലെ വസിച്ചാലും ഈ രാധയും കൃഷ്ണനും നമ്മളെ ഒരുമിപ്പിക്കും.
ഒരിക്കലും നിന്റെ സ്ഥാനത്തേക്ക് ഒരു പെണ്ണും കയറി വരില്ല രാധേ. അഞ്ജലി എന്റെ വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമാണ്. അതിനപ്പുറം മറ്റൊന്നുമില്ല. ചിലപ്പോ അവളുടെ നന്മയുള്ള പെരുമാറ്റം കൊണ്ടാവും അറിയാതൊരടുപ്പം തോന്നിയത്. ഞാൻ തന്നെ അത് തിരുത്തിക്കൊള്ളാം. മേലിൽ അഞ്ജലിയോട് അതിര് കവിഞ്ഞ ഒരടുപ്പവും ഞാൻ കാണിക്കില്ല. ഇനി മുതൽ അവളെ ഞാൻ അകറ്റി നിർത്തും. നീ മാത്രം എന്റെ പെണ്ണ്, നീ മാത്രം.